RAC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മളൊരു LG 1.5 ടൺ ഇൻവെർട്ടർ സ്പ്ലിറ്റ് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റുള്ള PCB ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ആ PCB എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ഒരു യൂണിറ്റിലുള്ളൊരു PCB ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിലുള്ള കണക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെയുള്ള ബോർഡുകൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഓരോ ബോർഡും ഓരോ രീതിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് LG കമ്പനിയുടേതാണ്. അപ്പോൾ അതിൽ വരുന്ന കണക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ WCNP ബ്രാക്കറ്റിൽ N എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ ബോർഡിലേക്കുള്ള ന്യൂട്രൽ കണക്ഷൻ. ഇവിടെ WCNP ബ്രാക്കറ്റിൽ L എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ ബോർഡിലേക്കുള്ള ഫേസ് കണക്ഷൻ വരുന്നത്. ഇത് രണ്ടും വരുന്നത് ഇൻഡോർ യൂണിറ്റിൻ്റെ PCBയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ COM-RD എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ COM-RD എന്ന് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ലൈനാണ്. ഓക്കെ, പിന്നെ വരുന്നത് എർത്ത് ലൈനാണ്. അപ്പോൾ ഈ ബോർഡിൽ നിന്നും രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മൾ എർത്ത് കണക്ഷൻസ് എടുക്കുന്നുണ്ട്. അതിലൊരു കണക്ഷനാണ് ഈ CN3 എന്ന് പറയുന്നത്. അതിൽ മറ്റൊരു കണക്ഷൻ കൂടെ ഉണ്ട്. അതാണ് ഇവിടെ CN2 CN2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതും നമ്മൾ എർത്തിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഇൻഡോർ യൂണിറ്റുമായിട്ട് ഈ ഔട്ട്ഡോർ യൂണിറ്റിലുള്ള PCB കണക്ട് ചെയ്യേണ്ട കണക്ഷൻസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ACയുടെ കംപ്രസറിലേക്ക് കണക്ട് ചെയ്യേണ്ട 3 കണക്ഷൻസാണ് നമുക്കിനി കാണാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു UVW എന്നെഴുതിയിട്ടുള്ള ഒരു കണക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ UVW എന്ന് പറയുന്നത് ഇൻവെർട്ടർ കംപ്രസറിൻ്റെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ U എന്ന് പറയുന്ന ടെർമിനലിൽ കംപ്രസറിൻ്റെ T1 എന്ന് പറയുന്ന ടെർമിനലിലേക്കും V T2യിലേക്കും W T3യിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് CN കംപ്രസർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ഇൻഡക്ടർ കോയിൽ അല്ലെങ്കിൽ ഒരു റിയാക്ടർ കോയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് 2 കണക്ഷൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ ഒരു കണക്ഷനാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്, CN കോയിൽ 2 എന്ന് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ CN കോയിൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആ റിയാക്ടർ കോയിൽ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വരുന്ന മറ്റു ചില കണക്ടറുകളുണ്ട്, അതുകൊണ്ട് പറയാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് CL-LG-MB എന്ന് പറയുന്ന ഒരു കണക്ടറാണ്. ഈ കണക്ടർ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള MCU അല്ലെങ്കിൽ മെയിൻ മൈക്രോ പ്രൊസസർ യൂണിറ്റ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷനാണ് ഇത്. ഇതാണ് CN-LG-MB എന്ന് പറയുന്നത്. ഇവിടെ CN-TH2 CN-TH1 എന്നിങ്ങനെ 2 കണക്ഷൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള തെർമിസ്റ്ററുകൾ കണക്ട് ചെയ്യുന്നത്. അത് സക്ഷൻ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനും അതുപോലെ തന്നെ കംപ്രസറിൻ്റെ ഡിസ്ചാർജ് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള തെർമിസ്റ്ററുകൾ നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ CN-EEV എന്ന് എഴുതിയിട്ടുണ്ട്. EEV എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷേ ആ സോക്കറ്റ് empty ആണ്. അപ്പോൾ ഇതിന് ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് ഇല്ല, പകരം ക്യാപ്പിലറി ട്യൂബാണ് എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് empty ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ CN ഫാൻ ബ്രാക്കറ്റിൽ AC എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കണ്ടൻസർ ഫാന് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടൻസർ ഫാന് വർക്ക് ചെയ്യാനുള്ള ഒരു റിലേയും കൂടെ കാണാം. അപ്പോൾ ഇത്തരം കണക്ഷൻസാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉള്ളത്.